അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴയ ഓർമ്മകളിൽ നമുക്ക് കഴിക്കാൻ ഇനിയും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വിഭവമായ ബോട്ടിയും കഴിച്ചിട്ടുണ്ട് എല്ലാവരും. അറിയില്ലല്ലേ ബോട്ടി എന്താണെന്നൊക്കെ. അപ്പോൾ ബോട്ടിയും കിഴങ്ങൊക്കെ വെച്ച് മിക്സാക്കിയിട്ട് കഴിക്കുമുണ്ടാകുന്ന ഒരു രുചി അത് നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയേയില്ല. അപ്പം അത് ഉമ്മ തന്നെ ഉണ്ടാക്കിയിട്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ആ കഴിക്കുമ്പോഴുള്ളൊരു രുചി ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ നമ്മുടെ ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്ങനെയുണ്ട് ഉമ്മ? ടേസ്റ്റ് നോക്കിയാ ഉമ്മ പറയുന്നത് 100% ശരി. എന്ത് ബിരിയാണി എന്ത് മന്തി മക്കളെ, ഇതല്ലേ സാധനം. കറക്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഇതിൻ്റെ റെസിപ്പി ഉമ്മാനോട് തന്നെ ചോദിക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കിഴങ്ങും ബോട്ടിയും ഓരോരോ ഐറ്റംസ് ഓരോ ദിവസം. നല്ല നാടൻ വിഭവം അല്ലേ? ഇങ്ങനെ തിളപ്പിച്ച് വെള്ളം മാറ്റണം. അത് കഴിക്കുന്നൊന്നുമില്ല, എന്നാലും ചില കപ്പ കഴിക്കും. അതിന് ഒന്ന് വെള്ളം ഊറ്റാണ് തിളപ്പിച്ചിട്ട് നിറച്ച് വെള്ളം വെച്ചിട്ടല്ലേ? അത് ഊറ്റാൻ വേണ്ടിയിട്ടാ. ഉപ്പ് ഇട്ടിട്ട് അതായത് നമ്മള് ഫസ്റ്റ് വെള്ളം ഊറ്റിട്ട് എടുത്തതാണ്. വെള്ളം ഊറ്റത് എന്തിനാ നോസില, ഇതിന് ചെറിയ കയ്പുണ്ടാവും. അപ്പൊ ഇത് ഇങ്ങനെ ഊറ്റി കഴിഞ്ഞാല് ആ കയ്പ് വെള്ളം അങ്ങ് പോയി. ഇനി നമ്മള് കുക്കറിൽ വെച്ചിട്ട് നല്ലോണം വേവിക്കണം. ഇതിൽ ഹാഫ് വേവ് കയ്പ് പോകാൻ മാത്രം ഒന്ന് തിളപ്പിച്ചിട്ട് കടലപ്പൊടി ഇട്ടിട്ട് കഴിയാറല്ലേ. എന്നാ ഇത് ബോട്ടി, കടലപ്പൊടി ഇട്ടിട്ട് നല്ലോണം കഴുകിയതിന്റെ ശേഷം പിന്നെ ഇത് ബീഫിൻ്റെ ബോട്ടിയാണ് കേട്ടോ. ഇത് പണ്ട് കാലങ്ങളിൽ ഉമ്മ പറയുന്ന കേൾക്കാം, ഈ ബീഫിൻ്റെ ബോട്ടിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആക്കാണ്ട പോലെ കൊണ്ടുതരാൻ. ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പം നല്ല വൃത്തിയിൽ ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുതരും. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് കടലൊക്കെ പൊടിയിലൊക്കെ ഇട്ട് നല്ല സലാത്ത് വെള്ളമൊക്കെ വെച്ചാൽ നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുത്ത് നമ്മൾ എളുപ്പമായി ഇപ്പോൾ ഇത്. ഇനി ഇതിൻ്റെ കൂടെ ഉമ്മ കുറച്ച് ഒരു 1/2 കിലോ കൊട്ടും കൂടെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. സാധാരണ എല്ലാവരും ബോട്ടി മാത്രമാണ് ഈ കഴുകിൽ വെക്കാൻ, പക്ഷെ ഉമ്മ കുറച്ച് കൊട്ടും ബോട്ടിയും കൂടെ ഇട്ടിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ഒരു കുക്കറിൻ്റെ അകത്ത് കഴുകിയ കൊട്ടും പിന്നെ ബോട്ടിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇത് വെക്കുന്നതിന്. അതിൻ്റെ അകത്ത് കുറച്ച് മസാലകളും കൂടെ ചേർക്കണേ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ മല്ലിപ്പൊടിക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് ഇത് വേവിക്കുന്നത്. നമ്മളെ ടേസ്റ്റിലാണ്, ഇതും ചെറിയ ആളാരില്ല കേട്ടാ. ഒരു 2-3 പച്ചമുളക് അല്ലേ, 2 കറിവേപ്പില. ഏതായാലും ആക്കുന്നത് ടേസ്റ്റിൽ തന്നെ ആക്കാതെ വെച്ച് എന്തുമ്പാ, ഏതായാലും നമ്മൾ ചെയ്യുന്നില്ല ഇത്തിരി കഷ്ടപ്പെട്ടിട്ട് ടേസ്റ്റ് തന്നെ ഇട്ടോട്ടെ. അത് ഉമ്മ പറഞ്ഞ കറക്റ്റ്. ഏതായാലും ഒരു വഴിക്ക് നമ്മൾ പോകുന്നു, അപ്പോൾ പിന്നെ ഉടുത്തൊരുങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞതുപോലെ ഏതായാലും നമ്മൾ ബോട്ടിയൊക്കെ ഇട്ടിട്ട് കിഴങ്ങ് വരയുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് നല്ല മിക്സെല്ലാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ കുക്കറിൽ നമ്മളെ കൊട്ടും ബോട്ടിയും ആദ്യം വേവിക്കാൻ വെക്കുക. ഇത് സ്പൂണാണ് തെറിക്കുന്നതിന്, കുക്കറിന് തെറിക്കുന്നതിന് കേട്ടോ. വീഡിയോ സ്കിപ്പായി പോയതുകൊണ്ടാണ്. ഇതിൻ്റെ അകത്ത് ഒരു വലിയ തേങ്ങയും 5-8 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ 5-8 പീസ് വെളുത്തുള്ളിയും കുറച്ച് വെള്ളവും ഇച്ചിരി മഞ്ഞളും ചേർത്തിട്ട് തേങ്ങ നന്നായിട്ട് അരക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫും പിന്നെ ബോട്ടിയും ഇവിടെ വെന്തേ. ഐഡിയ. അപ്പോൾ ഉമ്മ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഈ വേവിക്കാനിടുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്പൂണും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തിളച്ച് മറിയില്ല എന്ന് ഉമ്മ പറയുന്നത്. ഇതെന്താ 2 സാരി ഇട്ടിരുമ്പോ ഒരു വീഡിയോയില് ഹോസ്പിറ്റലിൽ പോകുന്നോണ്ട് നല്ല സാരി, നല്ല ചെക്ക് സാരി എടുത്താ സാരി നോക്കുമ്പോ ഇട്ട് വെച്ചിട്ട് മഴതായിട്ട് ഇസ്തിരി ഇട്ടിട്ട് അയൺ ചെയ്തിട്ട് വെച്ചിട്ട് നോക്കുമ്പോ
അത് ഭിന്നിപ്പോയി ആ ഭിന്നിച്ചു പോയിപ്പോണ് അതൊരു സാരിയാ പിന്നെ പത്തുമല്ല അതാണ് 2 സാരി അല്ലെങ്കിൽ ഒരു വീഡിയോ രണ്ട് വീഡിയോയിൽ ഒരു സാരി ഇടുന്നു ഉമ്മ ചോദിച്ചില്ലാരല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കണ്ട ഒരു വീഡിയോയിൽ എന്താ 2 സാരി എന്നല്ലേ? അതന്നെ എന്താ സാരിന്റെ കണക്കതാ. അപ്പൊ ഒരു വീഡിയോയില് 2 സാരി. ആരോ ചോദിച്ചത് 2 വീഡിയോയിൽ എന്താ ഉമ്മ ഒരു സാരി ഇട്ടിനെന്ന്. അപ്പൊ ഇതിന് അപ്പൊ ഇവരോട് പറഞ്ഞേ ഇതല്ലേ ഒരു സാരി ഒരു വീഡിയോക്ക് 2 സാരി സാരി പോയി. അപ്പൊ കിഴങ്ങ് ഇട്ടിട്ട് ഒന്നും കൂടെ ഒരു 3-4 വിസിലടിച്ചു. അപ്പൊ നന്നായിട്ട് വെന്തു. വാവ്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നമ്മൾ ചക്കയും പിന്നെ കായൊക്കെ ഉടച്ചില്ല അതുപോലെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മന്തിട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഈ ഉടക്കലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കുക. വലിയ പണിയുണ്ടല്ലോ ഉമ്മ. പണിയൊന്നുമില്ല മധുവിനൊന്നും പണിയുണ്ടാവില്ല. അത്ര കഷ്ടപ്പെട്ടിട്ട് തിന്നണം ഉമ്മ. അരച്ചാരം അല്ലേ? ഇങ്ങനൊന്നും അരിയുണ്ടല്ലേ? എന്നിട്ട് വീണ്ടും മിക്സ് ആക്കുക അല്ലേ? എനിക്കൊന്നും തോന്നുന്നില്ല ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് ഇപ്പം എൻ്റെ മക്കള് ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ കിഴങ്ങും ബോട്ടിയൊക്കെ വെച്ച് കൊടുക്കുന്നു. അള്ളാഹു അല്ല നമ്മളെല്ലാം എന്താവുമെന്ന്. മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക അല്ലേ? എന്നിട്ട് ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഒന്ന് അടുപ്പത്ത് വെക്കുക, പ്ലേറ്റ് എടുക്കുക, അതിൽ സത്യം ഉമ്മ ഞാനൊന്നും ഇത് ഉണ്ടാക്കൂലേ ഇത്ര കഷ്ടപ്പെട്ടിട്ട്. ഇതെല്ലാം വേഗം തിന്ന് ആശ തീർത്തിക്കോ. ശരി ആശയെല്ലാം തീർത്തിക്കളയല്ലേ? അതെല്ലാം ഞാൻ എത്ര കാലം ഉണ്ടാവില്ല. അതോ ഉമ്മക്ക് നല്ല ആയുസിനും തേങ്ങ വരാൻ വേണ്ടിയിട്ടുള്ള ആയുസ് വേണ്ട. അമ്മാക്ക് ഭാഗത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആയുസ്. ഇത് വലിയ ഇബാദത്ത് ഉമ്മ. ഇന്നെ കൊണ്ട് തിന്നിച്ചിട്ടുള്ള ഇബാദത്ത്. അമ്മ ചോദിക്കും എന്റെ മോളെ കൊണ്ട് എത്ര പ്രാവശ്യം കഴിഞ്ഞ് നിന്നിപ്പിച്ചിരുന്നത്. നിങ്ങളിപ്പോൾ ഈ പറയുന്ന കേട്ട വിചാരിക്കും ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഉമ്മാനെ കൊണ്ട് ഈ കിഴങ്ങൊക്കെ വരയ്ക്കുന്നതെന്ന്. ഒരിക്കലുമല്ല. ഉമ്മാക്ക് ഇതെല്ലാം ഭയങ്കര സംഭവം. ഉമ്മാക്ക് പഴയ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരാമെന്നുള്ളത് വലിയൊരു കാര്യം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒന്ന് തിളക്കുന്ന തേങ്ങ ജസ്റ്റ് ഒന്ന് വേകുന്നത് വരെ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ കിഴങ്ങ് വരെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉമ്മ ഇത്ര കാര്യം കഷ്ടപ്പെട്ടല്ലോ. അപ്പം ഞാനും വിചാരിച്ച് 2 അടി ഇടിക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കുത്തും. അപ്പോൾ ഉമ്മ പറയുന്നത് മോളെ വേണ്ടാത്ത പണിയൊന്നും എടുക്കണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉമ്മമാർ. അപ്പോൾ നമ്മുടെ കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിഴങ്ങും കഞ്ഞും റെഡിയായി. എന്തായാലും ഒന്ന് കഴിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ കഞ്ഞിയും കിഴങ്ങും ഇവിടെ കഴിക്കാൻ ആരല്ലേന്ന് നോക്കാം. ഇത് അന്റെ ഉപ്പാപ്പന്റെ പരിപാടി, അന്റെ വെലുപ്പാപ്പന്റെ പരിപാടി. ഇത് ഫസീലാന്റെ വെലുപ്പാപ്പന്റെ പോമിന്റെ വെലുപ്പാപ്പന്റെ പരിപാടി. 2 മരിയൊക്കെ മറക്കങ്ങളി കഞ്ഞി മോനെ. ഇത് 4, 5 ഇത് 10 എല്ലാം ഉമ്മ ഇവർക്ക് നിങ്ങൾ ഈ കഞ്ഞിയും ബോട്ടിയാ കൊടുക്കുന്നേ? അതൊന്നും വലിയ കിട്ടാത്ത സാധനം. ഇല്ല വേറെ ഇത് ഉമ്മാൻ്റെ സ്പെഷ്യൽ പപ്പായ അച്ചാറ്, ഉമ്മാൻ്റെ വെളുത്തുള്ളി മുളക്. മന്തിയും ബിരിയാണിയൊന്നും അല്ലെങ്കിലും ഇവർ ആ മുഖത്തുള്ള സന്തോഷം കണ്ട ഇതാണ് ഈ പഴയ ഫുഡിൻ്റെ ഒരു ഗുണം. പിന്നെ നിങ്ങളിനിപ്പോൾ കുറേ ആൾ ചോദിക്കും ഇതെന്താ ഈ ബോട്ടി, എന്താ ബോട്ടി എവിടുന്നാണ് കിട്ടാന്ന്. ബോട്ടി എന്ന് പറഞ്ഞ സാധനം നമ്മൾ അറവുശാലയിൽ, അതായത് ബീഫിനെയൊക്കെ അറക്കുന്ന അറവുശാലയിൽ പോയിട്ട് ബോട്ടി ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. അപ്പോൾ അത് വാങ്ങുക. എന്നിട്ട് നന്നായിട്ട് വീട്ടിൽ നിന്ന് ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. ഇൻഷാ അല്ലാ നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. എന്തായാലും ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കുക. ഇത് കഞ്ഞി, ഇത് കപ്പയും വെള്ളുള്ളി. എങ്ങനെയുണ്ട് ഉമ്മ ടേസ്റ്റ് നോക്കിയാ? അതൊന്നും അവസ്ഥ പറയണ്ടത്. അങ്ങനെ രസം പറയണ്ട. ഇല്ല ബിരിയാണി, എന്ത് ബിരിയാണി, എന്ത് മന്തി. ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാത്ത വിഭവമാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ മൺമറിഞ്ഞ വിഭവം തന്നെയല്ലേ അല്ലേ? എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.